പ്രിയമുള്ളവരെ, ദിവ്യബോധ ചിന്തകളിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മനുഷ്യ മനസ്സുകളുടെ വിചിത്രമായ വഴികളിലൂടെയും ലൗകിക ലോകത്തിൻ്റെ അദൃശ്യമായ തന്ത്രങ്ങളിലൂടെയുമുള്ള നമ്മുടെ മഹായാത്ര ഇന്ന് 3-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 2-ാമത്തെ നിയമത്തിൽ സൗഹൃദത്തിൻ്റെ കെണികളെയും ശത്രുവിൻ്റെ പ്രയോജനങ്ങളെയും നമ്മൾ കീറിമുറിച്ചു. എന്നാൽ ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന 3-ാമത്തെ നിയമം ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ വിജയം നിശ്ചയിക്കുന്ന, നമ്മുടെ ആത്മീയ ഊർജം ചോർന്നു പോകാതെ സംരക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവേകത്തെക്കുറിച്ചാണ്. 3-ാമത്തെ ലൗകിക നിയമം എന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ, നിങ്ങൾക്കുള്ളിലെ ഉദ്ദേശങ്ങളെ എപ്പോഴും നിങ്ങൾ രഹസ്യമാക്കി വയ്ക്കുക. അവ ഒരിക്കലും മറ്റുള്ളവർക്ക് മുന്നിൽ മുൻകൂട്ടി വെളിപ്പെടുത്തരുത് എന്നാണ്. ഈ വരികൾ കേൾക്കുമ്പോൾ നമുക്കുള്ളിലൊരു സംശയം തോന്നാം. നമ്മളെപ്പോഴും സത്യസന്ധരായിരിക്കണം, തുറന്ന മനസ്സുള്ളവരായിരിക്കണം എന്നല്ലേ പഠിച്ചിട്ടുള്ളത്? ഉള്ളിലൊന്നും വെക്കാതെ നേരെ വാ നേരെ പോ എന്ന് ജീവിക്കുന്നതല്ലേ നല്ല സ്വഭാവം? നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ എന്തിനാണ് മറ്റുള്ളവരിൽ നിന്നും ഒളിച്ചു വെക്കുന്നത്? ഇതൊരു തരം കപടതയല്ലേ എന്നൊക്കെ. പ്രിയ സുഹൃത്തുക്കളെ, നാം എപ്പോഴും പറയുന്നത് പോലെ ദിവ്യബോധം ഈ വിഷയത്തെ സമീപിക്കുന്നത് മറ്റുള്ളവരെ ചതിക്കാനുള്ള കപടത പഠിക്കാനല്ല, മറിച്ച് ചെന്നായ്ക്കൾ നിറഞ്ഞ ഈ ലൗകിക ലോകത്ത് നമ്മുടെ നിഷ്കളങ്കത ചൂഷണം ചെയ്യപ്പെടാതിരിക്കാനുള്ള ആത്മീയ പ്രതിരോധം തീർക്കാനാണ്. നമുക്കുള്ളിലെ പ്ലാനുകളും ആഗ്രഹങ്ങളും നമ്മൾ മുൻകൂട്ടി വിളിച്ചു പറയുമ്പോൾ ഈ ലോകം അത് എങ്ങനെയാണ് നമുക്കെതിരെ പ്രയോഗിക്കുന്നതെന്ന് അതിൻ്റെ മനഃശാസ്ത്ര വഴിയിലൂടെ തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ രഹസ്യമാക്കി വെക്കണമെന്ന് പറയുന്നത്? ഇതിന് പിന്നിൽ ഭൗതികമായ ഒരു മനഃശാസ്ത്രവും അതിനേക്കാൾ വലിയൊരു ആത്മീയ സത്യവുമുണ്ട്. ആദ്യം നമുക്കിതിൻ്റെ മനഃശാസ്ത്രവശത്തെക്കുറിച്ച് നോക്കാം. നമ്മൾ ജീവിതത്തിൽ ഒരു പുതിയ ബിസിനസ് തുടങ്ങുവാനോ, ഒരു വീട് വയ്ക്കുവാനോ, അല്ലെങ്കിൽ ഒരു വലിയ കാര്യം സാധിച്ചെടുക്കുവാനോ ആഗ്രഹിക്കുന്നുവെന്ന് കരുതിയാൽ നമ്മൾ ആ ലക്ഷ്യം മനസ്സിൽ വന്ന ഉടനെ നമ്മുടെ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ വിളിച്ചു പറയും. അവിടെ എന്തായിരിക്കും സംഭവിക്കുക? നോക്കൂ, ലൗകിക ലോകത്തിലെ ഭൂരിഭാഗം മനുഷ്യരും അസൂയയും അപകർഷാബോധവും ചുമക്കുന്നവരാണ്. നമ്മുടെ വലിയ ലക്ഷ്യം കേൾക്കുമ്പോൾ പുറമേ അവർ നമ്മെ പ്രോത്സാഹിപ്പിച്ചാലും ഉള്ളിലവർ ചിന്തിക്കുന്നത് ഇവൻ എന്നേക്കാൾ വളരാൻ പോകുകയാണോ എന്നായിരിക്കും. സാവധാനം അവർ നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്തകൾ ഇട്ടു തരുവാൻ തുടങ്ങും. അയ്യോ, അത് നടക്കാൻ പാടാണ്, ഇപ്പോൾ അതിനുള്ള സമയമല്ല, നിനക്കതിനുള്ള കഴിവുണ്ടോ എന്നിങ്ങനെ അവർ നമ്മുടെ ആത്മവിശ്വാസത്തെ സാവധാനം തല്ലിക്കെടുത്തു. അതിനേക്കാൾ വലിയൊരു അപകടം നമ്മുടെ ലക്ഷ്യം അറിയുമ്പോൾ നമ്മുടെ എതിരാളികൾക്ക് നമ്മെ തടയാൻ ആവശ്യത്തിന് സമയം ലഭിക്കുമെന്നതാണ്. അവർ നമ്മുടെ വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങും. നമുക്കിനി ഇതിൻ്റെ ആത്മീയ വശം എന്താണെന്ന് നോക്കിയാൽ, നമ്മളൊരു ലക്ഷ്യം മനസ്സിൽ വിചാരിച്ച് അത് പ്രവൃത്തിപഥത്തിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ വാ തുറന്ന് എല്ലാവരോടും പറയുമ്പോൾ നമുക്കുള്ളിലെ സങ്കല്പശക്തി അല്ലെങ്കിൽ ആത്മീയ ഊർജം വായിലൂടെ പുറത്തേക്ക് ചോർന്നു പോകുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് അത് പറയുമ്പോൾ നമ്മുടെ തലച്ചോറിന് ആ ലക്ഷ്യം നടന്നു കഴിഞ്ഞാലുള്ള ഒരു താൽക്കാലികമായ സുഖം ലഭിക്കും. അതോടെ ആ കാര്യം ചെയ്തു തീർക്കാനുള്ള യഥാർത്ഥ വീര്യം നമ്മുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വലിയ കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്ന പലരുടെയും ജീവിതത്തിൽ അത് നടക്കാതെ പോകുന്നത്. പ്രിയമുള്ളവരെ, നമ്മളായിരിക്കുന്ന ഈ പ്രകൃതിയിലെ ഏറ്റവും വലിയ ശക്തികളെല്ലാം പ്രവർത്തിക്കുന്നത് അങ്ങേയറ്റം നിശബ്ദമായിട്ടും രഹസ്യമായിട്ടുമാണ്. ഒരു വിത്ത് മണ്ണിൽ കിടന്ന് മുളയ്ക്കുന്നത് ആരും കാണുന്നില്ല. അത് നിശബ്ദമായി ഇരുട്ടിൽ കിടന്ന് വേരുകൾ ആഴ്ത്തുകയാണ് ചെയ്യുന്നത്. അത് പുറത്തേക്ക് വന്ന് വലിയ മരമാകുമ്പോൾ മാത്രമേ ലോകമത് അറിയുന്നുള്ളൂ. എന്നാൽ മനുഷ്യൻ തൻ്റെ അഹംഭാവം കാരണം ഒരു ചെറിയ കാര്യം ചെയ്യുന്നതിന് മുൻപ് തന്നെ ലോകം മുഴുവൻ അറിയിക്കാൻ അവൻ ആഗ്രഹിക്കും.
ഞാനത് ചെയ്യാൻ പോകുന്നു, ഞാനത് സാധിക്കാൻ പോകുന്നു എന്ന് വിളിച്ചു പറഞ്ഞ് കയ്യടി വാങ്ങാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഈ അഹംഭാവത്തിൻ്റെ പ്രദർശനം ഒടുവിൽ അവൻ്റെ പതനത്തിലാണ് അവസാനിക്കുകയുള്ളൂ. ഒരു വലിയ കൃഷിക്കാരൻ്റെ തോട്ടത്തിൽ അപൂർവമായ ഒരു ഔഷധ ചെടി ഉണ്ടായിരുന്നു. ആ ചെടി പൂവിട്ടാൽ വലിയ വില കിട്ടും. തോട്ടക്കാരൻ വളരെ സന്തോഷത്തോടെ തൻ്റെ കൂട്ടുകാരോടും അയൽക്കാരോടും പറഞ്ഞു, നോക്കൂ, എൻ്റെ തോട്ടത്തിൽ ഒരു അപൂർവ ഇനം ചെടി വളരുന്നുണ്ട്. അടുത്ത മാസം അത് പൂവിടും. അത്ര മൂല്യമുള്ളതാണ് അതിൻ്റെ പുഷ്പം. ഇതോടെ ഞാൻ വലിയ ധനികനാകും. തോട്ടക്കാരൻ തൻ്റെ സന്തോഷം കൊണ്ട് നിഷ്കളങ്കമായി പറഞ്ഞതാണത്. പക്ഷേ ഇത് കേട്ട അയൽക്കാരൻ്റെ ഉള്ളിൽ അസൂയ ജനിച്ചു. അവൻ ചിന്തിച്ചു, ഇവൻ വലിയ ധനികനായാൽ ഞാനിവൻ്റെ താഴെയാകുമല്ലോ. ഒരു രാത്രിയിൽ ആരും കാണാതെ അയൽക്കാരൻ ആ തോട്ടത്തിൽ അതിക്രമിച്ച് കയറി ആ ചെടി വേരോടെ പിഴുതെറിഞ്ഞു. പിറ്റേന്ന് രാവിലെ കൃഷിക്കാരൻ കാണുന്നത് തൻ്റെ സ്വപ്നം തകർന്നു കിടക്കുന്നതാണ്. അദ്ദേഹം കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഗുരു അദ്ദേഹത്തോട് പറഞ്ഞു, അവൻ നിന്റെ ചെടി മാത്രമല്ല പിഴുതത്, നിന്റെ അഹംഭാവത്തെ കൂടിയാണ് അവൻ തകർത്തത്. ആ ചെടി പൂവിടുന്നത് വരെ നീ അത് നിശബ്ദമായി കാത്തു സൂക്ഷിച്ചിരുന്നുവെങ്കിൽ നിനക്ക് ഈ ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല. പ്രിയമുള്ളവരെ, ലൗകിക ലോകത്ത് നമ്മുടെ നിധി എപ്പോഴും രഹസ്യമായിരിക്കണം. ഒരു ആത്മീയ അന്വേഷകനെ സംബന്ധിച്ചിടത്തോളം ഈ അറിവ് തൻ്റെ ഊർജത്തെ കാത്തു സൂക്ഷിക്കുവാനുള്ള വലിയൊരു കവചമാണ്. ഉള്ളിൽ സത്യസന്ധത പുലർത്തുമ്പോൾ തന്നെ ബാഹ്യലോകത്തിൻ്റെ കപടതകൾക്ക് മുമ്പിൽ തൻ്റെ പദ്ധതികളെ മറച്ചു പിടിക്കാൻ അവൻ ശീലിച്ചിരിക്കണം. സ്വന്തം ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും മുൻകൂട്ടി വിളിച്ചു പറയുമ്പോൾ നമുക്കുള്ളിലെ സങ്കല്പശക്തി എങ്ങനെയാണ് ചോർന്നു പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ നിയമം നമ്മുടെ ഭാരതീയ ചരിത്രത്തിൽ വലിയ വലിയ തന്ത്രജ്ഞർ തങ്ങളുടെ വിജയത്തിനായി എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്നതിനെക്കുറിച്ചാണ് നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്നത്. ഭാരത ചരിത്രത്തിലേക്ക് നോക്കിയാൽ ലൗകിക തന്ത്രങ്ങളുടെയും നയതന്ത്രത്തിൻ്റെയും ഏറ്റവും വലിയ ആചാര്യൻ അർത്ഥശാസ്ത്രം രചിച്ച ചാണക്യൻ തന്നെയാണ്. മഗധ സാമ്രാജ്യത്തിലെ അഹങ്കാരിയായ ധനനന്ദനെ തകർത്ത് ചന്ദ്രഗുപ്ത മൗര്യനെ സിംഹാസനത്തിലിരുത്താൻ ചാണക്യൻ പ്രയോഗിച്ച ഏറ്റവും വലിയ ആയുധവും ഈ മൂന്നാമത്തെ നിയമം തന്നെയായിരുന്നു. ധനനന്ദന് ലക്ഷക്കണക്കിന് സൈനികരും വലിയ കോട്ടകളും ഉണ്ടായിരുന്നു. അവരെ നേരിട്ട് ചെന്ന് ആക്രമിച്ചാൽ ചന്ദ്രഗുപ്തൻ പരാജയപ്പെടുമെന്ന് ചാണക്യന് അറിയാമായിരുന്നു. അതുകൊണ്ട് ചാണക്യൻ ഒരു വലിയ പുകമറ സൃഷ്ടിച്ചു. ധനനന്ദൻ്റെ കൊട്ടാരത്തിലുള്ളവർ ചിന്തിച്ചത് ചാണക്യൻ വെറും ഒരു ഭിക്ഷുവായ ബ്രാഹ്മണനാണെന്നും ചന്ദ്രഗുപ്തൻ കാട്ടിൽ അലഞ്ഞു തിരിയുന്ന ഒരു സാധാരണ ചെറുപ്പക്കാരനാണെന്നുമാണ്. അവർ തങ്ങളെ ആക്രമിക്കാൻ യാതൊരു വിധത്തിലും മുതിരില്ല എന്ന് ധനനന്ദൻ വിശ്വസിച്ചു. എന്നാൽ ആ പുകമറയ്ക്ക് പിന്നിലിരുന്ന് ചാണക്യൻ രഹസ്യമായി അയൽരാജ്യങ്ങളെ രാജാക്കന്മാരുമായി സഖ്യമുണ്ടാക്കുകയായിരുന്നു. ധനനന്ദൻ്റെ സൈന്യത്തിലെ അതൃപ്തരായ ഉദ്യോഗസ്ഥരെ ചന്ദ്രഗുപ്തൻ രഹസ്യമായി തൻ്റെ വശത്താക്കി. തങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് ശത്രുവിന് ഒരു സൂചന പോലും നൽകാതെ ശത്രു പൂർണ്ണമായും അശ്രദ്ധമായിരുന്ന ഒരു നിമിഷത്തിൽ ചാണക്യൻ മഗധയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. ധനനന്ദൻ തൻ്റെ പരാജയം തിരിച്ചറിയുമ്പോഴേക്കും പ്രതിരോധിക്കാൻ ഒട്ടും സമയം ലഭിച്ചിരുന്നില്ല. ചാണക്യൻ പ്രയോഗിച്ചത് ഭാരതീയ രാഷ്ട്രീയത്തിലെ ഒരു വലിയ തന്ത്രമായിരുന്നു. അദ്ദേഹം തൻ്റെ യഥാർത്ഥ ഉദ്ദേശങ്ങളെ ശത്രുവിന് മുന്നിൽ പൂർണ്ണമായും മറച്ചുവെച്ചു. ശത്രുവിനെ എപ്പോഴും സുരക്ഷിതത്വത്തിൻ്റെ മിഥ്യാധാരണയിൽ നിർത്തി. ഇതിനേക്കാൾ അത്ഭുതകരമായ ഒരു ഉദാഹരണം നമ്മുടെ പുരാണമായ മഹാഭാരതത്തിലുമുണ്ട്. പാണ്ഡവരുടെ 12 വർഷത്തെ വനവാസത്തിന് ശേഷമുള്ള ഒരു വർഷത്തെ അജ്ഞാതവാസം ഈ മൂന്നാമത്തെ നിയമത്തിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ്. പാണ്ഡവർ തങ്ങളുടെ യഥാർത്ഥ രൂപത്തിൽ വിരാട രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്നിരുന്നെങ്കിൽ ദുര്യോധനൻ്റെ ചാരന്മാർ അവരെ പെട്ടെന്ന് കണ്ടുപിടിക്കുമായിരുന്നു. അതുകൊണ്ട് അവർ തങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശങ്ങളെയും സ്വഭാവങ്ങളെയും പൂർണ്ണമായും മറച്ചു പിടിച്ചുകൊണ്ട് വ്യാജമായ രൂപങ്ങൾ സ്വീകരിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്.
മഹാപരാക്രമിയായ ഭീമൻ കൊട്ടാരത്തിലെ വെറുമൊരു പാചകക്കാരനായ വല്ലഭനായി മാറി. അർജുനൻ നൃത്തം പഠിപ്പിക്കുന്ന ബൃഹന്നളയായി മാറി. ധർമ്മപുത്ര രാജാവിനൊപ്പം ചൂതുകളിക്കുന്ന കങ്കനായി. ലോകത്തെ വിറപ്പിച്ച ആ യുദ്ധവീരന്മാർ തികച്ചും സാധാരണക്കാരായ വേലക്കാരായി അഭിനയിച്ചപ്പോൾ ശത്രുക്കൾ അവരെ ഒട്ടും സംശയിച്ചില്ല. ഈ അജ്ഞാതവാസത്തിനിടയിലാണ് വിരാട് രാജാവിൻ്റെ ഭാര്യ സഹോദരനായ കീചകൻ ദ്രൗപദിയെ അപമാനിക്കാൻ ശ്രമിക്കുന്നത്. ഭീമന് വേണമെങ്കിൽ അപ്പോൾ തന്നെ തൻ്റെ ക്രോധം പുറത്തെടുത്ത് കീചകനെ കൊല്ലാമായിരുന്നു. എന്നാൽ അങ്ങനെ ചെയ്താൽ തങ്ങൾ പാണ്ഡവരാണെന്നുള്ള രഹസ്യം പുറത്താകും. അതുകൊണ്ട് ഭീമൻ തൻ്റെ ലക്ഷ്യം രഹസ്യമാക്കി വെച്ചു. രാത്രിയിൽ ആരും കാണാതെ നൃത്തശാലയിലെ ഇരുട്ടിൽ വെച്ചാണ് ഭീമൻ കീചകനെ വധിക്കുന്നത്. കീചകൻ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ടും അത് ചെയ്തത് ഭീമനാണെന്ന് ദുര്യോധനന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കാരണം ഭീമൻ പാചകക്കാരൻ്റെ പുകമറയ്ക്ക് പിന്നിൽ സുരക്ഷിതനായിരുന്നു. ലൗകിക ലോകത്ത് നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെക്കാൾ ശക്തരാണെങ്കിൽ, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ, നിങ്ങളുടെ പൂർണ്ണശക്തിയെയും ലക്ഷ്യങ്ങളെയും നിങ്ങൾ താൽക്കാലികമായി മൂടിവെക്കണമെന്ന വലിയ പാഠമാണ് മഹാഭാരതം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു ആത്മീയ സാധകനെ സംബന്ധിച്ചിടത്തോളം ഈ ഉദാഹരണങ്ങൾ വലിയൊരു തിരിച്ചറിവാണ്. ശ്രീകൃഷ്ണ പരമാത്മാവ് മഹാഭാരത യുദ്ധത്തിൽ ഉടനീളം ഉപയോഗിച്ചതും പ്രയോഗിച്ചതും ഈ മൂന്നാമത്തെ നിയമം തന്നെയാണ്. ജയദ്രഥനെ വധിക്കാൻ അർജുനൻ പ്രതിജ്ഞയെടുത്ത ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ജയദ്രഥനെ കൊന്നില്ലെങ്കിൽ അർജുനൻ ചിതയിൽ ചാടി മരിക്കുമായിരുന്നു. ശത്രുക്കൾ അർജുനനെ തടയാൻ വേണ്ടി ജയദ്രഥനെ സൈന്യത്തിൻ്റെ ഏറ്റവും പിന്നിൽ ഒളിപ്പിച്ചു നിർത്തി. സമയം കഴിഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ശ്രീകൃഷ്ണൻ തൻ്റെ യോഗ മായ കൊണ്ട് സൂര്യനെ താൽക്കാലികമായി മേഘങ്ങൾക്കിടയിൽ മറച്ചു പിടിച്ച് ഒരു വ്യാജ അസ്തമയം സൃഷ്ടിച്ചു. സൂര്യൻ അസ്തമിച്ചു എന്ന് വിചാരിച്ച് ജയദ്രഥൻ സന്തോഷത്തോടെ പുകമറയ്ക്ക് പുറത്തേക്ക് വന്നു. അവൻ അശ്രദ്ധനായ ആ നിമിഷത്തിൽ കൃഷ്ണൻ മേഘങ്ങളെ മാറ്റി സൂര്യനെ പ്രകാശിപ്പിക്കുകയും അർജുനൻ ജയദ്രഥൻ്റെ തല കൊയ്യുകയും ചെയ്തു. ലൗകിക മനുഷ്യർ എപ്പോഴും തങ്ങളുടെ സ്വാർത്ഥത ഒളിപ്പിച്ചു വയ്ക്കാൻ മനോഹരമായ പുകമറകൾ ഉപയോഗിക്കാറുണ്ട്. ഒരു സാക്ഷിയെപ്പോലെ മാറി നിന്ന് അവരുടെ ബാഹ്യരൂപത്തിന് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശത്തെ തിരിച്ചറിയാൻ നിങ്ങളുടെ ഉള്ളിലെ ബോധത്തിന് കഴിയണം. മറ്റുള്ളവരുടെ തന്ത്രങ്ങളെ മുൻകൂട്ടി കാണുമ്പോൾ തന്നെ അവരുടെ കെണികളിൽ നിന്ന് നമ്മൾ സ്വയം രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ലക്ഷ്യങ്ങളെ മൂടിവെക്കുന്നതിൻ്റെ മനഃശാസ്ത്രത്തെക്കുറിച്ചും ചാണക്യൻ്റെയും പാണ്ഡവരുടെയും പുകമറ തന്ത്രങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ സ്വാഭാവികമായും ഒരു ആത്മീയ അന്വേഷകൻ ചിന്തിച്ചേക്കാം, അങ്ങനെയെങ്കിൽ നമ്മളെപ്പോഴും ഉള്ളിൽ കള്ളത്തരം വെച്ച് പുറമെ മറ്റൊന്ന് അഭിനയിച്ച് ജീവിക്കണമെന്നാണോ ഈ നിയമം പറയുന്നത്? ആത്മീയത എപ്പോഴും സത്യസന്ധതയെയല്ലേ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന്? പ്രിയ സുഹൃത്തുക്കളെ, ആത്മീയതയുടെ സത്യസന്ധത എന്നത് നമ്മുടെ ഉള്ളിനോട് പുലർത്തേണ്ട ഒന്നാണ്. നമ്മുടെ ആത്മാവിനോടും പരമാത്മാവിനോടും നമ്മൾ 100% സത്യസന്ധരായിരിക്കണം. എന്നാൽ ഈ ബാഹ്യലോകം അജ്ഞാനത്തിലും അസൂയയിലും മുങ്ങി നിൽക്കുന്ന ഒന്നാണ്. അങ്ങനെയുള്ള ഒരു ലോകത്തിനു മുമ്പിൽ നമ്മുടെ വിശുദ്ധമായ ലക്ഷ്യങ്ങളെ തുറന്നിട്ടാൽ അത് തകർക്കപ്പെടും. ഇവിടെയാണ് നമ്മൾ മൗനത്തിൻ്റെ കവചം ശീലിക്കേണ്ടത്. നമുക്കുള്ളിൽ വലിയൊരു ആഗ്രഹമുണ്ടെങ്കിൽ, വലിയൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് ദൈവത്തോടും നമുക്കുള്ളിലെ ബോധത്തോടും മാത്രം പങ്കുവയ്ക്കുക. പ്രകൃതിയിലൊരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് വളരുന്നത് അങ്ങേയറ്റം രഹസ്യമായിട്ടാണ്. ആ ഇരുട്ടിലാണ് അതിന് ജീവനും ശക്തിയും ലഭിക്കുന്നത്. അതുപോലെ നമ്മുടെ ലക്ഷ്യങ്ങളും നമ്മുടെ മനസ്സാകുന്ന ഗർഭപാത്രത്തിൽ കിടന്ന് നിശബ്ദമായി വളരണം. അത് പൂർണ്ണ വളർച്ചയെത്തി പുറത്തേക്ക് വരുമ്പോൾ ഈ ലോകം അത് തനിയെ കണ്ടുകൊള്ളും. ശ്രീകൃഷ്ണൻ മൗനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വാക്കുകളിൽ ജാഗ്രത പുലർത്തുന്നവനും ആവശ്യമില്ലാത്ത പ്രകടനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതുമാണ് യഥാർത്ഥ തപസ്സെന്ന്. നമ്മുടെ വാക്കുകളെ വിവേകത്തോടെ നിയന്ത്രിക്കുമ്പോൾ നമുക്കുള്ളിലെ ഊർജം ഇരട്ടിയായി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഈ മൂന്നാമത്തെ നിയമം നമ്മുടെ സാധാരണ ജീവിതത്തിൽ എങ്ങനെ വിവേകത്തോടെ പ്രായോഗികമാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിന് നമുക്ക് 3 മേഖലകളാക്കി തിരിക്കാം.
ഒന്നാമത്തേത് നമ്മുടെ പ്ലാനുകൾ രഹസ്യമാക്കി വയ്ക്കുക എന്നതാണ്. നമ്മളൊരു പുതിയ ജോലിക്ക് ശ്രമിക്കുകയാണെങ്കിലോ ഒരു വലിയ പ്രൊജക്റ്റ് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിലോ അത് നടന്ന് കയ്യിൽ കിട്ടുന്നത് വരെ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ വിളിച്ചു പറയാതിരിക്കണം. ആളുകൾ ചോദിക്കുമ്പോൾ തികച്ചും സാധാരണമായ മറുപടികൾ നൽകി ഒഴിഞ്ഞു മാറുക. നമ്മുടെ നിശബ്ദത നമ്മുടെ പദ്ധതികളെ തടസ്സങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. രണ്ടാമതായി, അഹംഭാവത്തിൻ്റെ പ്രദർശനം ഒഴിവാക്കുക എന്നതാണ്. ഇന്നത്തെ കാലത്ത് പലരും സോഷ്യൽ മീഡിയയിലും മറ്റും തങ്ങളുടെ ജീവിതത്തിലെ ചെറിയ വിജയങ്ങൾ പോലും വലിയ രീതിയിൽ പ്രദർശിപ്പിക്കാറുണ്ട്. ഇത് മറ്റുള്ളവരിൽ അനാവശ്യമായ അസൂയയും ശത്രുതയും ഉണ്ടാക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. നമ്മുടെ വിജയങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ ഈ ലോകം കാണട്ടേന്നേ, അല്ലാതെ നമ്മുടെ വാക്കുകളിലൂടെയോ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രകടനങ്ങളിലൂടെയോ ആകരുത്. തന്ത്രപരമായ വിനയം എപ്പോഴും നമ്മുടെ സുരക്ഷയാണ്. മൂന്നാമത്തേത്, സാധാരണക്കാരനായി ജീവിക്കുക എന്നതാണ്. ബാഹ്യമായി തികച്ചും സാധാരണക്കാരനായി അഹങ്കാരങ്ങളൊന്നുമില്ലാതെ ലളിതമായ ഒരു മനുഷ്യനായി ജീവിക്കുക. എന്നാൽ നമുക്കുള്ളിൽ വലിയ ജ്ഞാനത്തിൻ്റെ പ്രകാശവും വലിയ ലക്ഷ്യങ്ങളും സൂക്ഷിക്കുകയും വേണം. പുറമെയുള്ള നമ്മുടെ ലാളിത്യം മറ്റുള്ളവരുടെ ഈഗോയെ ഉണർത്തില്ല. അതുകൊണ്ട് തന്നെ ലൗകിക ലോകത്തിലെ അനാവശ്യ മത്സരങ്ങളിൽ നിന്ന് നമുക്ക് സമാധാനത്തോടെ മാറി നിൽക്കാൻ കഴിയും. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ ലക്ഷ്യങ്ങളെ മറച്ചു പിടിക്കുന്നതിനെക്കുറിച്ചുള്ള മൂന്നാമത്തെ നിയമം ഇവിടെ പൂർണ്ണമാകുകയാണ്. എന്നാൽ ഈ പ്രഭാഷണത്തിൻ്റെ ഒടുവിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്നാണ്. ഈ ബാഹ്യലോകത്ത് കുറച്ചു പണമോ പദവിയോ അധികാരമോ നേടുക എന്നത് മാത്രമാണോ നമ്മുടെ ലക്ഷ്യം? അത് മാത്രമായിരിക്കില്ല. അവയെല്ലാം ഈ നാടകവേദിയിലെ താൽക്കാലിക ലാഭങ്ങൾ മാത്രമാണ്. നമുക്കുള്ളിലെ ശുദ്ധമായ ബോധത്തെ തിരിച്ചറിയുക, ആത്മീയമായ ഉണർവ് നേടുക എന്നത് മാത്രമാണ് നമ്മുടെ ശാശ്വതമായ ലക്ഷ്യം. ലൗകിക ലോകത്തിൻ്റെ തന്ത്രങ്ങളെയും കെണികളെയും തിരിച്ചറിഞ്ഞ് അതിൽ നിങ്ങളുടെ ഊർജം നഷ്ടപ്പെടുത്താതെ താമരയിലയിലെ വെള്ളം പോലെ ജീവിക്കാൻ നമ്മൾ ശീലിക്കണം. നമ്മുടെ ഭൗതിക ലക്ഷ്യങ്ങളെ ലോകത്തിന് മുമ്പിൽ വിവേകത്തോടെ മൂടിവെക്കുക. എന്നാൽ നിങ്ങളുടെ ആത്മീയ ലക്ഷ്യത്തിലേക്ക് ഉള്ളിലൂടെ നിശബ്ദമായി സഞ്ചരിക്കുകയും ചെയ്യുക. മൂന്നാമത്തെ നിയമത്തിൻ്റെ ഈ വലിയ പാഠം നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരു പ്രതിരോധ കവചമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അടുത്ത അധ്യായത്തിൽ നാലാമത്തെ നിഗൂഢമായ നിയമവുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. നാലാമത്തെ നിയമം നമ്മെ പഠിപ്പിക്കുന്നത് എപ്പോഴും ആവശ്യമുള്ളതിനേക്കാൾ കുറച്ചു മാത്രം സംസാരിക്കുക എന്നതാണ്. നിശബ്ദതയ്ക്ക് ലൗകിക ലോകത്തിനും ആത്മീയ ലോകത്തിനും എത്രത്തോളം വലിയ ശക്തിയുണ്ടെന്ന് നമ്മൾ അടുത്ത ഭാഗത്തിൽ വളരെ ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുകയാണ്. നിങ്ങൾക്കുള്ളിലെ ജ്ഞാനത്തിന് എൻ്റെ പ്രണാമം. സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.